കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ കോൺഗ്രസിനെതിരെ കടുത്ത ഭാഷയിൽ പരിഹാസവുമായി ബിജെപി ദേശീയ വക്താവ് ഷഹസാദ് പുന്നവാല. ബൈനോക്കുലറിലൂടെ തന്നെ നോക്കിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല എന്ന പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ അത് നടത്തിയിരിക്കുന്നത്. അതാകട്ടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടി തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് എന്നും 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാർ വരാനിടയുണ്ട് എന്ന സൂചനയാണ് പുറത്തു വരുന്നതെന്നതാണ് അദ്ദേഹം പരിഹാസ രൂപേണ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും മുഖ്യമന്ത്രിയായി ആരെ മുന്നോട്ട് വെക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിന് ലജ്ജാകരമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ബിജെപി അധികാരം നേടിയ സംസ്ഥാനങ്ങളിലെ സാഹചര്യം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം കടുത്ത ഭാഷയിലാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ ചരിത്രപരമായ ജനവിധിയും ആസാമിൽ തുടർച്ചയായ 3ാം തവണയും വിജയിച്ച ശേഷം ബിജെപി അതിവേഗം നേതാക്കളെ പ്രഖ്യാപിച്ച സർക്കാർ രൂപീകരണം നടപടികൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. ഇതിനിടയിൽ കേരള കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ദിനം പ്രതിയാകട്ടെ വലിയ രീതിയിൽ, അതായത് കേരളത്തിലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ദിനം പ്രതി കൂടുതൽ സങ്കീർണമായി തന്നെ മാറുകയാണ്. ആരാണ് മുഖ്യമന്ത്രിയാകുക എന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്നും രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് വലിയ രീതിയിലുള്ള ആക്കം കൂട്ടുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അദ്ദേഹമാകട്ടെ നിരവധി ചോദ്യങ്ങളടക്കം ചോദിക്കുന്നു. ബിജെപിയുടെ ഈ പുതിയ പരിഹാസ പ്രഹരത്തിന് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ മറുപടി നൽകുമെന്നും കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ തുടക്കമാകുമെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പദവിയെ ചുറ്റുപറ്റിയുള്ള ചർച്ചകൾ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ ദിനം പ്രതി ശക്തമാവുകയും പല നേതാക്കളുടെയും പേരുകൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് നേതൃത്വം ഇതുവരെയും എത്തിയിട്ടില്ല. ഇതിനിടെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രവർത്തകരിലും മുന്നണി അണികളിലും വലിയ രീതിയിൽ അസ്വസ്ഥത ഉയരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മുഖ്യമന്ത്രി ചർച്ചകൾ വലിയ വിവാദമായി തന്നെ മാറിയിരിക്കുകയാണ്. അതേസമയം സ്വന്തം പാർട്ടിയുടെ പ്രവർത്തന രീതിയെ എടുത്തുകാട്ടിയും ബിജെപി കോൺഗ്രസിനെ വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെസ്റ്റ് ബംഗാളിൽ ചരിത്രപരമായ ഒരു വിജയം അവിടെ കാണാൻ സാധിച്ചു. എന്നാൽ ആസാമിലും മറ്റ് രീതിയിൽ ബിജെപിക്ക് വലിയ രീതിയിലുള്ള ഒരു അധികാര തുടർച്ച ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട്, ഈ പ്രഖ്യാപനങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ വിമർശനവും പരിഹാസവും ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ വിജയിച്ച സംസ്ഥാനങ്ങളിൽ അനിശ്ചിതത്വം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ കേരളത്തിലാകട്ടെ വലിയ രീതിയിൽ ഒരു കോൺഗ്രസ് നേതാവിൽ, അതായത് ഒരു നേതാവിനെ പോലും, ഒരു മുഖ്യമന്ത്രിയെ പോലും ഇതുവരെ കണ്ടെത്താനാകുന്നില്ല എന്ന പരിഹാസമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇതിനോടകം തന്നെ ദേശീയ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ, വിവിധ നേതാക്കളുടെ അവകാശവാദങ്ങൾ, മുന്നണി ഘടക കക്ഷികളുടെ നിലപാടുകൾ എല്ലാം കൂടി സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്താനാകുമോ എന്നതും ഇപ്പോൾ നിർണായക ചോദ്യമായി തന്നെ മാറിയിരിക്കുകയാണ്. ബിജെപിയുടെ ഈ ഒരു പുതിയ ആക്രമണത്തിന് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ മറുപടി നൽകും? മുഖ്യമന്ത്രി ചർച്ചകൾ ഉടൻ അതിന് വിരാമമിടാൻ ഇവർക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വം ഇനിയും നീളുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഇവിടെ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.